ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഗ്ലോണിമയുടെ കോംബോകളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 വെറൈറ്റി വെച്ചിട്ടുള്ള കോംബോ 3 എണ്ണം, അതുപോലെ തന്നെ 3 വെറൈറ്റി വെച്ചിട്ടുള്ള കോംബോ ഒറ്റ സെറ്റാണ് അവൈലബിൾ ആക്കിയുള്ളത്. ഏകദേശം എല്ലാതും ഈക്വൽ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം കോംബോയുടെ റേറ്റ് വന്നിട്ട് 500 ആണ്. എല്ലാതും സെയിം റേറ്റ് ആണ് കേട്ടോ. പിന്നെ വീഡിയോയിൽ വെച്ചിട്ടുള്ള എല്ലാ പ്ലാന്റ്സും ഒറ്റ സെറ്റേ അവൈലബിൾ ആയിട്ടുള്ളൂ, എക്സ്ട്രാ ഇല്ല. വീഡിയോയിലുള്ള ഒറ്റ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൊറിയർ വന്നിട്ട് നമുക്ക് ഈ വീക്കിൽ ഞാനിപ്പോൾ ഇത് ആദ്യത്തെ വീഡിയോ ആയ കാരണം വേറെ ഒറ്റ കൊറിയറും പെൻഡിങ്ങിൽ എല്ലാം അയച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഓർഡറിനനുസരിച്ചാണ് എനിക്ക് ഇനി അയക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഒരു 6 എണ്ണം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എനിക്ക് DTDC ദൂരം വളരെ കൂടുതലാണ് ഇവിടുന്ന്. അപ്പോൾ ഒരാളുടെ പൈസ കൊടുത്ത് കൊടുത്തേൽപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പം നമുക്കൊന്നോ രണ്ടെണ്ണമായിട്ട് അയക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഓർഡർ തരാം. ഒന്നെങ്കിൽ ഈ വീക്കിൽ നമുക്ക് വേറെ ഓർഡർ ഉണ്ടെങ്കിൽ ഈ വീക്കിൽ തന്നെ അയക്കും, അതല്ലെങ്കിൽ നെക്സ്റ്റ് മൺഡേ ആയിരിക്കും കേട്ടോ വരാം. അപ്പോൾ നമ്മൾ ഓർഡർ എടുത്ത് നെക്സ്റ്റ് മൺഡേ നമ്മൾ ഒരുമിച്ച് അയക്കുക, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ കൊറിയർ സർവീസ് വന്നിട്ട് DTDC ആണ് കേട്ടോ, വേറെ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. നമ്മുടെ സാറാമൂന്നാണ് നമ്മൾ ID നമ്മൾ കണ്ടത്. പക്ഷേ എനിക്കിതിനെ കാണുമ്പോൾ പല വെറൈറ്റികൾ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് വേറെ ID ഒന്നും അറിയില്ല. നമുക്ക് ലിസ്റ്റിലുണ്ടായിരുന്ന ID ആണ് കേട്ടോ. ഇതേ ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള നല്ല വലിയ പ്ലാന്റാണ്. പെട്ടെന്ന് ലീഫും വിരിയുന്നുണ്ട് കേട്ടോ. ഇത് കൊണ്ടുവച്ചിട്ട് വെച്ചിന് എല്ലാത്തിനും അതെ ലീഫ് പെട്ടെന്ന് വരുന്നുണ്ട്. ഇതേ ഇപ്പോൾ ഇതിനൊക്കെ വന്നിട്ട് വിരിയാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെ, ഇതാണ് ഫസ്റ്റത്തെ വെറൈറ്റി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്, ചെറിയ പ്ലാന്റൊന്നും അല്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്നത് ഇതാണ് കേട്ടോ, പിങ്ക് സോഡിൻ്റെ ഒരു പ്ലാന്റാണ്. ഇതും അത്യാവശ്യം നല്ല ലെങ്ത്തും ലീഫൊക്കെ ഉള്ള പ്ലാന്റാണ്, ചെറുതല്ല. ഇതാണ് ഫസ്റ്റത്തെ കോംബോ എന്ന് പറയണത്. 500 ആണ് കോംബോയുടെ റേറ്റ് കേട്ടോ. ഇതേ സെയിം കോംബോ ആണ്. ഇതിൻ്റെ നമുക്ക് എക്സ്ട്രാ എടുക്കാനില്ല, കാരണം പിങ്ക് സോഡ് കഴിഞ്ഞു, ലാസ്റ്റ് പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ നമുക്ക് തരാനില്ല. ഒറ്റ സെറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 500 ആണ് റേറ്റ്. ഇനി സെക്കൻഡ് കോംബോ വന്നിട്ട് ഈ ഒരു കോംബോ ആണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് വരുന്നത് കൊച്ചിൻ എസ്കേഡിൻ്റെ ഒരു പ്ലാന്റ് വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്, നിറച്ച് ലീവ്സൊക്കെ വന്നുള്ളൊരു പ്ലാന്റാണ്. അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് വരുന്നത് ഹെങ്ങിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതും അതെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റാണ്. പെട്ടെന്ന് ഇതിനും ലീവ്സ് പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ. അതെ നല്ല വലിപ്പമുള്ള മദറായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഹെങ്ങിൻ്റെ നല്ല സ്ട്രോങ് കടയൊക്കെയാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, നല്ല വലിയ കടയൊക്കെയുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ്. പിന്നെ കൊച്ചിൻ എസ്കേഡിൻ്റെ ഒരു പ്ലാന്റും. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോംബോ. ഇതും സെയിം റേറ്റ് തന്നെയാണ്. ഇതും നമുക്ക് എക്സ്ട്രാ എടുക്കാനില്ല. ഹെങ് ലാസ്റ്റത്തെ പ്ലാന്റാണ്. അതുപോലെ കൊച്ചിൻ എസ്കേഡും ലാസ്റ്റ് പ്ലാന്റാണ്, വേറെ എക്സ്ട്രാ തരാനായിട്ടുണ്ടാവില്ല കേട്ടോ. ഇനി അടുത്ത കോംബോ വന്നിട്ട് ഈ ഒരു കോംബോ ആണ്. ഇതിനകത്ത് നമുക്ക് വരുന്നത് ഇത് സോംബാറ്റയാണ് കേട്ടോ. അതിൻ്റെ പ്ലാന്റാണ്. ഇതേ കണ്ടോ, ഇതിനകത്തൊരു ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്നത് വേറൊരു എക്സ്ട്രാ ഷൂട്ട് വരുന്നതാണ് കേട്ടോ. സോംബാറ്റ ഇതാണ് ഒരു പ്ലാന്റ്. അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് വരുന്നത് ഇതാണ് കേട്ടോ, റൈസ് ലീഫിൻ്റെ പ്ലാന്റ്. ഇതും മദറായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ, റൈസ് ലീഫ്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റോടെയും ചിലപ്പോൾ കാണണം വേറെ കേട്ടോ. ഏകദേശം ഈ സൈസിലുള്ള ഒരു സെറ്റും കൂടി നമുക്ക് കാണണം കേട്ടോ. സോംബാറ്റിയും റൈസ് നാരോയും ആയിട്ടുള്ള കോംബോ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കോംബോ. 2 എണ്ണം വെച്ചിട്ടുള്ള പ്ലാനിൽ തേർഡ് കോംബോ ഇതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ 3 വെറൈറ്റിയുടെ ഒരു കോംബോ ആണ് കേട്ടോ. ഒന്ന് വന്നിട്ടുള്ളത് ക്യാൻഡിയാണ് കേട്ടോ. അത് നല്ല കളർ വന്നിട്ടുള്ള ക്യാൻഡിയാണ്. റെഡൊക്കെ കണ്ട, റെഡൊക്കെ നന്നായി സൈഡിൽ വന്നിട്ടുണ്ട്. റെഡ് കളറ് പുതിയ ലീഫ് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ക്യാൻഡിയുടെ. അതുപോലെ തന്നെ ഇത് വന്നിട്ട് റെഡ് ഡ്രാഗനാണ് കേട്ടോ. റെഡ് ഡ്രാഗൻ്റെ ഒരു പ്ലാന്റാണ്. പിന്നെ വന്നിട്ടുള്ളത് ഫയർ റെഡിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. 3 നല്ല റെഡ് വന്നുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ കോംബോ കേട്ടോ. 3 വെറൈറ്റി വരുന്നത്. ഇതിനും 500 ആണ് റേറ്റ്. ഒറ്റ സെറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. കാരണം ഇതിൽ റെഡ് ഡ്രാഗൻ ഒരെണ്ണമുള്ളൂ. അതുപോലെ തന്നെ ക്യാൻഡിയുടെ ഇനി ഇത്ര നല്ല പ്ലാന്റ് ഇല്ല. അത് നല്ല കളർ വന്നുള്ള പ്ലാന്റാണ് കേട്ടോ. അത് നല്ല മദറായുള്ള കടയാണ് കേട്ടോ. കണ്ടില്ല, അത്യാവശ്യം ലെങ്ത്തൊക്കെയുള്ള പ്ലാന്റാണ്, ചെറിയ പ്ലാന്റ് ഒന്നല്ല. ഇതാണ് നമ്മുടെ തേർഡ് കോംബോ കേട്ടോ. അപ്പോൾ എല്ലാ കോംബോസിനും 500 ആണ് റേറ്റ് വരുന്നത്. CC സെപ്പറേറ്റ് ആണ് കേട്ടോ, ഇൻക്ലൂഡഡ് അല്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അത്യാവശ്യം നല്ല റേറ്റുള്ള വെറൈറ്റികൾ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഈ 2 സെറ്റ് വന്നിട്ട് ഒരു സെറ്റാണ് നമുക്ക് തരാനായിട്ടുള്ളത്. ഇതിൻ്റെ നമുക്ക് ഒരു സെറ്റും കൂടി എക്സ്ട്രാ കാണണം. അതായത് സോംബാറ്റി റൈസ് ലീഫും കൂടിയുള്ള അത് ഒരെണ്ണം കൂടി നമുക്ക് എക്സ്ട്രാ ചിലപ്പോൾ കാണണം.
ചെക്ക് ചെയ്യണം കേട്ടോ അത്. അപ്പോൾ ഇനി രണ്ടാമത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ നോക്കുള്ളൂ ഞാൻ. പിന്നെ വരുന്നത് ഈ ഒരു സെറ്റാണ്. ഇതിൻ്റെ നമുക്ക് ഒറ്റ സെറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എക്സ്ട്രാ ഇല്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇതിലേതെങ്കിലും അഗ്ലോണിമ പ്ലാന്റ്സ് കോമ്പോസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് പറയും. അതിൻ്റെ ഒന്നെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളാം, അല്ലെങ്കിൽ ID പറഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൊറിയർ ഞാൻ പറഞ്ഞല്ലോ, ഈ വീക്കിൽ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ഈ വീക്കിൽ ഇനിയിപ്പോൾ അയക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. വേറെ ഓർഡറുകളൊന്നും പെൻഡിങ് ഇല്ല, ഞാൻ എടുത്തിട്ടുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അയക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന മൺഡേ ആയിരിക്കും നമ്മൾ കൊറിയർ അയക്കണത്. അത് നോക്കിയിട്ട് ഓർഡർ തരാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെയാണ് പ്ലാൻസ്.